ശ്രീ ആന്റോ, കേരളത്തിൽ ബി.ജെ.പിയുടെ പ്ലാൻ വിജയിക്കുമോ? ഒരു സാധ്യതയില്ല എന്നുള്ളത് മാത്രമല്ല, അടുത്ത കാലത്തൊന്നും വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കേരളത്തിൽ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കേരളത്തിലെ ജാതി സമവാക്യം ഒരിക്കലും ബി.ജെ.പിക്ക് അനുകൂലമേ അല്ല. 50% ന്യൂനപക്ഷം, ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷം കിടക്കണം 50%, ബാക്കി 50% ഉള്ളൂ. 50%-ൻ്റെ 40% ഹോൾഡ് ചെയ്യുന്നത് CPM ഇടതുപക്ഷമാണ്. ബാക്കി 10% എല്ലാ പ്രാവശ്യവും ബി.ജെ.പിക്ക് കിട്ടുന്നുണ്ട്. 10% എന്നുള്ളത് ഒരു 12%, 13% വരെ പോവാം. അതിങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കും. ചില സമയത്ത് 12 കിട്ടും, ചില സമയത്ത് 11 കിട്ടും, ചില സമയത്ത് അത് മാക്സിമമാണ്. നിയമസഭാ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം മാക്സിമമാണ്. ഒരു 35-38% വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥിയാണ് ജയിക്കുക. 35% മേലെ കിട്ടിയാലേ ജയിക്കുകയുള്ളൂ. ഇപ്പം മഞ്ചേശ്വരത്ത് 37.5% വോട്ടോളം കിട്ടി സുരേന്ദ്രന്. അദ്ദേഹത്തിനൊരു സാധ്യത, കാരണം 35% മേലെ എന്നുള്ള നിലയ്ക്ക് ഒരു സാധ്യതയുണ്ട്. അങ്ങനെ 3-4 മണ്ഡലങ്ങളേ ഉള്ളൂ. അവിടെ ആ 3-4 മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസ് നന്നായി പെർഫോം ചെയ്യുകയോ CPM നന്നായി പെർഫോം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് ഈ വോട്ട് കിട്ടാനുള്ള സാധ്യത. അങ്ങനെ അവർ പെർഫോം ചെയ്യുന്നില്ല. ഇപ്പോൾ പാലക്കാട് മണ്ഡലം, പാലക്കാട് ശ്രീധരനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. അവിടെ CPM തുച്ഛമായ വോട്ടേ ഉള്ളൂ. അവിടെ കോൺഗ്രസ് നന്നായി പെർഫോം ചെയ്തിട്ട് കോൺഗ്രസ് ജയിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ CPM നന്നായി പെർഫോം ചെയ്യണം. നല്ല സ്ഥാനാർത്ഥി വെച്ച് CPM നന്നായി പെർഫോം ചെയ്താൽ ചിലപ്പോൾ അവിടെ ഒരു മണ്ഡലം അങ്ങനെ പിടിച്ചെടുക്കാം. കാരണം ആ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീധരനെ പോലെ ജനകീയനായ ഒരു നേതാവ് നിന്നപ്പോഴാണ്. ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടല്ലോ, എന്താ സംഭവിച്ചത്? അവിടെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് തൃശ്ശൂരും ഈ പറയുന്ന 30% വോട്ട് കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് അത് സുരേഷ് ഗോപിനെ പോലെ ഇപ്രാവശ്യം MP ആയ ഒരു സ്ഥാനാർത്ഥി 2021 നിന്നിട്ടാണ് ഈ 31% വോട്ട് പിടിച്ചത് കേട്ടോ. അവിടെ വലിയ രീതിയിൽ മാറ്റം വരുത്താൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം രാജഗോപാലിൽ നിന്ന് ജയിച്ച മണ്ഡലത്തിൽ തോൽവിയിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെയുള്ള മണ്ഡലങ്ങളൊക്കെയാണ് അവർക്ക് കിട്ടേണ്ട മണ്ഡലം. ഈ കിട്ടേണ്ട മണ്ഡലങ്ങളിൽ പോലും 35% മേലെ വോട്ട് പിടിച്ച് വലിയ രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അപ്പോൾ കേരളത്തിൽ വേറെ ഏത് മണ്ഡലം അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല? മലപ്പുറത്ത് ഏതെങ്കിലും പറ്റുമോ? പാലക്കാട് ഏതെങ്കിലും വേറെ മണ്ഡലങ്ങളിൽ പറ്റുമോ? കോഴിക്കോട് ഏതെങ്കിലും മണ്ഡലങ്ങളിൽ പറ്റുമോ? കണ്ണൂരിൽ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ പറ്റുമോ? പിന്നെ ഇങ്ങോട്ട് എറണാകുളം തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള മണ്ഡലം, തിരുവനന്തപുരം ഒഴിച്ച് വേറെ ഏതെങ്കിലും മണ്ഡലം, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ നിന്ന മണ്ഡലങ്ങളിൽ വളരെ കഷ്ടപ്പെട്ട് വളരെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ 27% ഒതുങ്ങുകയാണ്. അപ്പം കേരളത്തിൽ മൊത്തത്തിൽ 11% വോട്ട് കിട്ടി എന്ന് വിചാരിച്ചിട്ട് അത് ഏതെങ്കിലും വിജയിക്കുന്ന ഒരു മണ്ഡലം വേണ്ടേ അങ്ങനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്? അങ്ങനെ കണ്ടെത്താൻ പറ്റി മണ്ഡലങ്ങളില്ല എന്നുള്ളത്. ഇപ്പം ഞാൻ വേറെ ഉദാഹരണം പറയാം. BJP സംബന്ധിച്ചിടത്തോളം സംഘടനാ സംവിധാനം RSS ബേസിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ് കൂടുതലുള്ളത്. അവർക്ക് അതുവഴി കാരണം കേരളത്തിലെ RSS സംവിധാനം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക സംഘടന പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊരു രാഷ്ട്രീയത്തിൽ കാര്യമായി ഇടപെടും. നോർത്ത് ഇന്ത്യയിൽ കാണുന്ന പോലെ രാഷ്ട്രീയ സംവിധാനത്തിൽ കാര്യമായിട്ട് ഇടപെടുന്നതേ കാണുന്നില്ല. അവർ സേവാഭാരതി പോലെയുള്ള സംവിധാനങ്ങളൊക്കെ വെച്ച് ഒരു സാംസ്കാരിക സംഘടന നടത്തിക്കൊണ്ട് അതുപോലത്തെ പരിപാടികൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. അവർ രാഷ്ട്രീയത്തിൽ കാര്യമായി ഇടപെടുകയോ രാഷ്ട്രീയ ഇലക്ഷന് വേണ്ടി ഇപ്പം അവരുടെ പ്രഭാരിമാരുണ്ട്, അവരുടെ സ്വയം സേവകരുണ്ട്, അവരൊന്നും ഇലക്ഷൻ്റെ സമയത്ത് ഇറങ്ങി വർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ടോ? അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. അവരേതായ ശൈലി പോവാണ്. പല RSS നേതാക്കന്മാർക്കും BJP നേതാക്കന്മാരെ കണ്ടുകൂടാ, പല BJP നേതാക്കന്മാരും കേരളത്തിൽ RSS നേതാക്കന്മാരെ കണ്ടുകൂടാ എന്നുള്ള നിലയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അവിടെ ഒരു ബഹളം തന്നെ ഇല്ല. കാരണം അവരെ രീതിയിൽ എങ്ങനെയാണ് മുന്നോട്ട് പോട്ടെ, അവർ പിടിച്ച് ജയിച്ചെടുക്കാൻ കഴിയുണ്ടെങ്കിൽ കഴിഞ്ഞോട്ടെ എന്നുള്ള നിലയിലേക്കാണ്. ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം എന്താ സംഭവിച്ചത്? രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഡൽഹിയിൽ ജീവിച്ചാൽ ബാംഗ്ലൂർ ജീവിച്ച് കേരളത്തിലേക്ക് വന്ന പല നേതാക്കന്മാരെയും അദ്ദേഹത്തിന് പരിചയമില്ല. ഈ പറഞ്ഞ മണ്ഡലം പ്രസിഡന്റുമാരെ പരിചയമില്ല, അല്ലെങ്കിൽ ബൂത്ത് പ്രസിഡന്റുമാരെ പരിചയമില്ല, താഴെ ലോക്കൽ ഇടയിലുള്ള ആൾക്കാരെ പരിചയമില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മുരളീധരനെ പോലെ, MT രമേശിനെ പോലെ, K സുരേന്ദ്രനെ പോലെ, അതുപോലെ തന്നെ ശ്രീധരൻപിള്ളയെ പോലെ ഉള്ള ആൾക്കാർ പോയി പേരെടുത്ത് വിളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്താണ് അങ്ങനെ പരിചയമില്ലാതാവുന്നത്. അപ്പോൾ അതോടുകൂടി അവരെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. ആ മൈൻഡ് സെറ്റിൻ്റെ ഭാഗമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ആത്മഹത്യയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എത്തിപ്പെടാവുന്നതിന് മേലെയുള്ള ആൾക്കാരാണ് നേതാക്കന്മാർ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി എന്ന് പറയുമ്പോൾ K സുരേന്ദ്രൻ്റെ അടുത്ത് പരാതിക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, MT രമേശിൻ്റെ അടുത്ത് പരാതി പറയും, മുരളീധരൻ്റെ അടുത്ത് പരാതി പറയാൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അവരിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ നേതാക്കന്മാരുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് ഒരു പരിധിക്ക് മേലെയുള്ള നേതാക്കന്മാരായതുകൊണ്ട് അവിടേക്ക് എത്തിപ്പെടാനേ കഴിയുന്നില്ല. കാരണം അവർക്ക് പരാതികൾ പറയാൻ കഴിയുന്നില്ല. അതിപ്പോൾ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള പല BJP സ്ഥാനാർത്ഥികൾ അന്വേഷിച്ച പല മണ്ഡലങ്ങളിലും അവർക്കൊരു പരാതി പറയാം, ആ ജില്ലാടിസ്ഥാനത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ BJP സമവാക്യങ്ങളെ ഒറ്റയടിക്ക് മാറ്റി അല്ലെങ്കിൽ BJPയുടെ പ്ലാൻ ഒറ്റയടിപ്പിൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നടന്നോണമെന്നില്ല. അങ്ങനെ നടക്കണമെങ്കിൽ, അങ്ങനെ നടക്കാൻ പറ്റിയ അങ്ങനെയുള്ള ജാതി കോട്ടകൾ വേണം. പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ കുറച്ചധികം ഹിന്ദു മൊത്തം പോപ്പുലേഷൻ കൂടുതലുള്ള മണ്ഡലമാണ്. അവിടെ ചിലപ്പോൾ കുറച്ച് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, അവിടെ പോലും ചെയ്യാൻ കഴിയുന്നില്ല. തിരുവനന്തപുരം പോലെ മണ്ഡലങ്ങളിൽ ചെയ്യാൻ കഴിയുന്നില്ല. അവിടെയൊന്നും പോലും അവിടെ കൊണ്ടുവന്ന് CPM വന്നേ. കാരണം കേരളത്തിൽ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതാന്ന് ചോദിച്ചാൽ CPM എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏറ്റവും കൂടുതൽ ഈഴവരും ഏറ്റവും കൂടുതൽ ഈഴവരും, പിന്നെ ഏറ്റവും കൂടുതൽ നായന്മാരും പിന്നെ കോൺഗ്രസുമായിട്ട് കുറച്ചുണ്ട്. അങ്ങനെയുള്ള വോട്ടുകൾ മുഴുവൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ 85% പോകുന്നത് കോൺഗ്രസിലേക്കല്ലേ? കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു 85% പോകുന്നത് കോൺഗ്രസിലേക്കല്ലേ?
അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു ബേസ് ഉണ്ട്. ആ കോൺഗ്രസ് ബേസ് എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷ ബേസിൽ നിൽക്കുന്ന കോൺഗ്രസ്, ഹിന്ദു ബേസ് ടോട്ടലി നിൽക്കുന്നത്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ ഈ SNDP പോലെയുള്ള സംഘടനകൾ പിണറായി വിജയൻ എന്തുകൊണ്ട് കൂടെ നിർത്തുന്നു എന്ന് ചോദിച്ചാൽ അവിടെ കാരണം CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഏറ്റവും കൂടുതൽ അണികളുള്ളത് ഈഴവ സമുദായത്തിൽ നിന്നാണ്. 29% വോട്ട് അവരയിലിരിക്കുകയാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കൂടിയാണ് പിന്നെ പിണറായി വിജയൻ നിൽക്കുന്നത്, ഇടതുപക്ഷം നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ ജാതി സമവാക്യം ഒരിക്കലും BJPക്ക് അനുകൂലമല്ല. അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു വലിയ മാറ്റം വരുത്തിയേക്കാം എന്ന് വിചാരിക്കും. അങ്ങനെ മാറ്റം വരുത്തില്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായം ഒരു 75% BJPയുടെ കൂടെ നിൽക്കണം. അതിനൊരു ശ്രമം BJP നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടത്തുന്നുണ്ട്. ഇപ്പം ആരാണ് അനൂപ് ആന്റണിയെ പോലെ, ഷോൺ ജോർജിനെ പോലെയുള്ള നേതാക്കന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവർ ഈ ചെയ്യുന്നത് മുഴുവൻ കേരളത്തിൽ നിന്ന് പിതാക്കന്മാരെ എല്ലാം കൂടി നരേന്ദ്രമോദിയെ കാണിക്കാൻ കൊണ്ടുവന്നതും, കാരണം കൂടെ നിന്ന് എല്ലാവരും കൂടെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഇടുന്നതും ഇത് പ്രധാനമന്ത്രി അടക്കം പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തെ കൂടെ നിർത്തുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് എത്ര അണികൾ കേൾക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ഈ പിന്നെ സിസ്റ്റർമാരുടെ പ്രശ്നമുണ്ടായ സമയത്ത് കണ്ടതല്ലേ, കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ മുഴുവൻ ഇറങ്ങി നിന്നിട്ട് BJPക്കെതിരെ പറയുമായിരുന്നു. കാരണം ഒരു ദിവസം ഒരു സന്യാസിക്കെതിരെ കേസെടുത്തപ്പോഴത്തേക്കും വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടായി കേരളത്തിൽ. കാരണം അവരങ്ങനെ BJPക്ക് വോട്ട് ചെയ്ത് ശീലിച്ചിട്ടുള്ള ആൾക്കാരേ അല്ല. കാരണം സുരേഷ് ഗോപിനെ പോലെ എന്താ പറയുക, ഒരു സിനിമ ഫേസിൽ നിൽക്കുന്ന നല്ല പേരുള്ള ഏകദേശം 10-12 വർഷത്തോളം ഒരു മണ്ഡലത്തിൽ വർക്ക് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എന്തെങ്കിലുമൊക്കെ നേട്ടം നേടിയെടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം തരും എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചെങ്കിലും ഞാൻ വിചാരിക്കുന്ന ഒരു 10-12% തൃശ്ശൂരിലുള്ള പാർലമെൻറ്റിൽ മത്സരിക്കുമ്പോഴാണ്. കാരണം പാർലമെൻറ്റിൽ മത്സരിക്കുമ്പോൾ എന്താണ്, പാർലമെൻറ്റ് എന്ന് പറയുന്നത് വലിയ 7-8 പിന്നെ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് പാർലമെൻറ്റ്. അപ്പോൾ അവിടെ കുറച്ച് ബേസ് ഉണ്ടാവും. ആ ബേസിൻ്റെ ഭാഗത്താണ് ജയിക്കുന്നത്. പക്ഷേ നിയമസഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഇല്ലാന്നേ. നിയമസഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പോക്കറ്റ് പറയാൻ വേണ്ടി കേരളത്തിലൊന്നുമില്ല. ഇപ്പോൾ പറയാൻ പറ്റിയ ഒരു മണ്ഡലം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം എന്ന് പറയുന്നത് ഏറ്റവും നല്ല സമയത്താണ് പിന്നെ സുരേന്ദ്രൻ ഈ 88 വോട്ടിന് തോറ്റു പോകുന്നത് അല്ലേ. അപ്പോൾ അതിനുശേഷം ഒരു ഇലക്ഷൻ വന്നല്ലോ, അതിനുശേഷം എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ആ കൂട്ടിൽ ഏറ്റവും കൂടുതൽ BJP കിട്ടേണ്ട സമയം എന്ന് പറയുന്നത് 2021 ഇലക്ഷനാണെന്നു. ആ 21 ഇലക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, തിരുവനന്തപുരത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പം BJP സംബന്ധിച്ചിടത്തോളം ഒരു അജണ്ട തയ്യാറാക്കി കേരളത്തിൽ ഒരു വർക്ക് ചെയ്തുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്ത് ഇപ്പോൾ 2 മുനിസിപ്പാലിറ്റിയുള്ള പന്തളവും പാലക്കാട് അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ കിട്ടേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. അത് വലിയ അന്തരമുണ്ട് കേട്ടോ. ഏകദേശം 51 സീറ്റാണ് പിന്നെ LDFൻ്റെ കയ്യിലിരിക്കുന്നത്, 35 സീറ്റേ BJPൻ്റെ കയ്യിലുള്ളൂ. ഏകദേശം 16 സീറ്റിൻ്റെ വ്യത്യാസമാണ്. ഈ 16 സീറ്റ് കൂടുതൽ പിടിച്ചിട്ട് വേണം അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പറയുന്നത് കേട്ടുമൊക്കെ 30 സീറ്റിൽ താഴേക്ക് വരും എന്നാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ തന്നെ പറയുന്നത് 30 സീറ്റ് താഴേക്ക് വരും എന്നുള്ള നിലയ്ക്കാണ്. കാരണം പല സ്ഥലം അവിടെ അവിടെ മേയർ സ്ഥാനാർത്ഥി BJPക്ക് 2 കേട്ടോ, ബാക്കി എല്ലാ പാർട്ടിക്കുമാണ് ഓരോരുത്തരുള്ളൂ. പക്ഷേ BJPക്ക് അവിടെ 2 മേയർ സ്ഥാനാർത്ഥി VV രാജേഷും ശ്രീലേഖ IPS-ഉം 2 പേരും നിന്ന് മത്സരിക്കുകയാണ്. അവിടെയാണ് ഈ രണ്ടാമത്തെ മരണം സംഭവിക്കുന്നത്. അപ്പോൾ ആ 2 അപ്പം പ്രധാനപ്പെട്ട കിട്ടുമെന്ന് പറയുന്ന ഒരു കോർപ്പറേഷനും 2 മുനിസിപ്പാലിറ്റീൻ്റെ അവസ്ഥയാണ് ഞാനീ പറഞ്ഞത്. ഇനി പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് വന്നോ, 29 പഞ്ചായത്തുകൾ അങ്ങോട്ടാണ് BJPക്ക് ഉള്ളത്. 21 പഞ്ചായത്തിൽ ഞാൻ 21 പഞ്ചായത്ത് എടുത്ത് നോക്കി കേട്ടോ. ഏത് പഞ്ചായത്ത്? 29 പഞ്ചായത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എടുത്ത് നോക്കി. അതിൻ്റെ അകത്ത് അവർ തന്നെ പറയുന്നത് 7-8 പഞ്ചായത്താണ്. കാരണം 7-8 പഞ്ചായത്ത്, അതിലേക്ക് മേലേക്ക് വരാൻ കഴിയുന്നില്ല എന്ന് പറയും. 29 പഞ്ചായത്തിൻ്റെ അവസ്ഥ ഞാൻ പറയുന്നത്. അവിടെ BJP വരാതിരിക്കാൻ വേണ്ടി അവിടെ കോൺഗ്രസ് വലിയ രീതിയിൽ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ CPM-ഉം കോൺഗ്രസും കൂടെ വലിയ രീതിയിൽ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം. കാരണം കഴിഞ്ഞ 5 വർഷത്തെ കൊണ്ട് 29 പഞ്ചായത്തിൽ അവിടെ ഞാൻ വിചാരിക്കുന്നത് അവിടെ ഒരു കോൺഗ്രസ് പിന്നെ CPM പ്ലാൻ അവിടെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്ന 10-ൽ താഴേക്ക് പഞ്ചായത്തും മുനിസിപ്പാലിറ്റി ഒന്നുമില്ലാതെയും കോർപ്പറേഷൻ ഒന്നുമില്ലാതെയും അവസാനിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് BJP വരുന്നുണ്ട് ഈ പറയുന്ന പഞ്ചായത്ത് നിയമസഭാ ഇലക്ഷനിലേക്ക് എന്നുള്ളതാണ്. ഇതാണ് ഒരു പൊതുചിത്രം എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് മുന്നോട്ട് വരാൻ വേണ്ടി എന്തെങ്കിലും പ്ലാൻ BJPന് മുന്നിൽ ഇതുവരെ നമ്മൾ കണ്ടോ? ഞങ്ങൾ കേരളത്തിൽ 100 പഞ്ചായത്ത് പിടിക്കും പറയുന്നത് കേട്ടോ. നമ്മൾ കേരളത്തിൽ തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയിൽ ഇത്ര സീറ്റ് വിജയിക്കും എന്ന് പറയുന്നത് കേട്ടോ. ഞങ്ങൾ പാലക്കാട് കോർപ്പറേഷനിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇത്ര സീറ്റിൽ ഞങ്ങൾ വിജയിക്കുമെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു സാധ്യതയുള്ള പന്തളം മാത്രമാണ്, എന്തെങ്കിലും ഒരു സാധ്യതയുണ്ട്. അവിടെ ത്രികോണ മത്സരം നടക്കണം BJPക്ക് കയറണമെങ്കിൽ. അവിടെ കോൺഗ്രസ് പിന്നെ CPM ഒന്നിച്ച് നിൽക്കാൻ തീരുമാനിച്ചാൽ പന്തളം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ അവിടെ ത്രികോണ മത്സരം നടക്കണം, എന്നാൽ പന്തളം കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ BJP കേരളത്തിൽ ഇതുവരെ ഈ പറയുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ വെച്ചിട്ടില്ല കേട്ടോ, മുന്നോട്ട് വെച്ചിട്ടില്ല.
അപ്പം അങ്ങനെ ഒരു പ്ലാൻ വെക്കാം. പക്ഷേ അതിന് മുൻപ് നിങ്ങൾ നോക്കിക്കോളൂ, 2020 പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്ത് പ്ലാൻ ഉണ്ടായിരുന്നു 125 പഞ്ചായത്ത് 100 തുടങ്ങി 250 വരെ പഞ്ചായത്തുകൾ ഞങ്ങൾ പിടിക്കും. 944 പഞ്ചായത്തുള്ള കേരളമാണ്. അവിടെയാണ് നമ്മൾ ഈ 10, 8, 7 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ 29 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 944 നിന്നാണ്. മനസ്സിലായോ? പിന്നെ ജിമ്മി സാർ നേരത്തെ പറഞ്ഞ പോലെ ജില്ലാ പഞ്ചായത്തുകളൊന്നും ചിന്തിക്കേണ്ട കാര്യം തന്നെ ഇല്ലല്ലോ. പിന്നെ ടോട്ടലി നോക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തത് 10,000 പഞ്ചായത്ത് 20,000 22,000 പിന്നെ വാർഡുകളുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് 2,000 പിന്നെ മെമ്പർമാരെ കിട്ടും. അത് സംബന്ധിച്ചിടത്തോളം അപ്പോൾ മഴ പെയ്യുന്ന പോലെയാണ്, ഉപ്പും തവിടുമായിട്ട് ഇവിടെയൊക്കെ ഉണ്ടാവും. കൂട്ടുമ്പോൾ ഞങ്ങളുടെ 2,000 ഉണ്ടാവും, പക്ഷേ കാര്യമൊന്നും ഉണ്ടാവില്ല. ചില ഒരു വാർഡിൻ്റെ അകത്ത് 900 വീടുള്ളതിനകത്ത് 900 വീടിലോ അല്ല 950 വോട്ടുള്ളതിനകത്ത് അവിടെ 250 വോട്ട് മേടിച്ചാൽ 300 വോട്ട് മേടിച്ചാൽ ചിലപ്പോൾ ഒരാൾക്ക് ജയിച്ചു തരാൻ പറ്റും. അതുപോലെ ചിലപ്പോൾ കുറേ അവിടെ എവിടെയും കിട്ടിക്കൂടായില്ല. അതെന്ന് പറയുന്നത് എന്താ, ചില മണ്ഡലം കോഴിക്കോട് കോർപ്പറേഷൻ്റെ അകത്ത് മിനിമം കിട്ടുന്ന അവർക്കതായ കുറച്ച് പോക്കറ്റുകളുണ്ട്. അവിടെ ഒരു എല്ലാ പ്രാവശ്യം ജയിച്ചു വരുന്നുണ്ട്. അങ്ങനെ കുറേ സീറ്റുകൾ കിട്ടുന്നതിനേക്കാൾ അപ്പുറം സാധ്യതയുമായി ഞങ്ങളൊരു 250 പഞ്ചായത്തുകൾ പിടിക്കും. ഞങ്ങളൊരു 5 മുനിസിപ്പാലിറ്റി ഞങ്ങൾ പിടിക്കും. ഒരു 2 കോർപ്പറേഷൻ ഞങ്ങൾ പിടിക്കും എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ തിരുവനന്തപുരം വിട്ട് എല്ലാ നേതാക്കന്മാരും ഫോക്കസ് ചെയ്യുന്ന സ്ഥലം തൃശ്ശൂരായി മാറിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഒരു പരിധി വരെ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ കൂടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. തിരുവനന്തപുരം വേണ്ടാന്ന് വെച്ചിട്ട് വന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലം തൃശ്ശൂരാണ്. അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കാനേ പോകുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, അവിടെ എപ്പോഴും അവിടെ CPIക്ക് നല്ല ഹോൾഡുള്ള സ്ഥലമാണ്, കോൺഗ്രസ്സിന് നല്ല ഹോൾഡുള്ള സ്ഥലമാണ്, CPMന് നല്ല ഹോൾഡുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ അങ്ങനെ വലിയ രീതിയിൽ മാറ്റം വരുത്തി ഇത് മൂന്നിനെയും തകർത്ത് BJPക്ക് കയറി വരാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാ സ്ഥലത്തും ഇപ്രാവശ്യം എന്തായാലും ഏതെങ്കിലും കാരണവശാൽ BJPക്ക് സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുന്ന മണ്ഡലങ്ങളെല്ലാം ഒരു CPM കോൺഗ്രസ് ധാരണ പ്രാദേശിക തലത്തിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പല ചർച്ചകളും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് താനും. പല സ്ഥാനാർത്ഥികളെയും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പല സ്ഥാനാർത്ഥികളും BJPക്ക് സാധ്യതയുള്ള സ്ഥാനാർത്ഥി പൊതു സ്ഥാനാർത്ഥിനെയാണ് നിർത്തിയിട്ടുള്ളത്. കാരണം അവിടെ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിനെ പല വാർഡുകളിലും നിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ കോഴിക്കോടൊക്കെ നോക്കിയാൽ അറിയാം, പല വാർഡുകളും BJP ജയിച്ചു വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പൊതു സമ്മതനായിട്ടുള്ള സ്ഥാനാർത്ഥി അവിടെ CPMകാരനെ അവിടെ കോൺഗ്രസ്സുകാരനെ നിർത്തിയിട്ടില്ല. കാരണം അവിടെ എങ്കിലും ഇദ്ദേഹം കയറി വരിക എന്നുള്ള മൈൻഡ് സെറ്റിലാണ് 2 പേരും നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ജയിച്ചു വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പം BJPയുടെ ഒരു ബീഹാർ പോലത്തെ ഒരു പ്ലാൻ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ പോലത്തെ ഒരു പ്ലാൻ ഒരു കാരണവശാലും കേരളത്തിൽ വിജയിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.